ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ക്രിസ്തുനാഥൻ തൻ്റെ പെസഹ രഹസ്യത്തിൻ്റെ പ്രവചനത്തിലൂടെയാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുക. താൻ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുമെന്നും കുരിശിലേറ്റപ്പെടുമെന്നും ഒടുവിൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെയുള്ള ഒരു പ്രവചനം ക്രിസ്തു നമുക്കായിട്ട് നൽകുകയാണ്. തൻ്റെ മരണശേഷം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിഭാവനം ചെയ്യാൻ പോകുന്ന ജീവിത രീതിയുടെ കാതലായ ഒരു പഠനത്തിലേക്കാണ് അവിടുന്ന് ഈ പ്രവചനത്തിന് ശേഷം പ്രവേശിക്കുക. സ്വയം പരിത്യജിക്കുന്നതിലൂടെയും കുരിശുകൾ ഏറ്റെടുക്കുന്നതിലൂടെയുമാണ് ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ തന്നെ അനുഗമിക്കേണ്ടത് എന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ മനുഷ്യരായ നമുക്ക് സഹനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനാണ് പൊതുവെ താല്പര്യം. കുരിശിനെ തൊട്ടുമുത്താനൊക്കെ ഇഷ്ടമാണ്. എന്നാൽ ജീവിതത്തിലേക്ക് വരുന്ന കുരിശുകളെ നമുക്കത്ര ഇഷ്ടമൊന്നുമല്ല. ഈ ഒരു മനോഭാവത്തെ മാറ്റിക്കൊണ്ട് വേണം ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട്. ക്രിസ്തു വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയും തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്യുന്നത് കുരിശിനെ പുൽകുന്നതിലൂടെ മാത്രമേ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ എന്നാണ്. കാരണം അവിടുന്ന് തൻ്റെ അധരങ്ങൾ വഴി മാത്രം വെറുതെ പഠിപ്പിച്ചവയല്ല, അത് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതുമാണ്. കുരിശിലേറ്റപ്പെട്ടതിലൂടെ, രക്തം ചിന്തിയതിലൂടെയാണ് ഈ ലോകത്തിലേക്ക് രക്ഷ വന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ നമ്മൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളെയും പീഡകളെയും ഒക്കെ നമ്മൾ സ്നേഹത്തോടെ പുൽകുമ്പോൾ നമ്മൾ ക്രിസ്തുവുമായിട്ട് അനുരൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്തുവുമായിട്ട് അനുരൂപപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതത്തിൽ രക്ഷയായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും. അവരുടെ ജീവിതത്തിൽ മറ്റൊരു ക്രിസ്തുവായിട്ട് തീരാൻ നമുക്ക് സാധിക്കും. കൊൽക്കത്തയിലെ പാവപ്പെട്ട മക്കൾക്ക് മദർ തെരേസ ക്രിസ്തുവായിട്ട് തീർന്നതുപോലെ, തടവറയിൽ മരണത്തിന് വിധിക്കപ്പെട്ട ആ ഒരു മനുഷ്യൻ്റെ മുൻപിൽ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ ക്രിസ്തുവായിട്ട് തീർന്നതുപോലെ, നമുക്ക് ചുറ്റുമുള്ളവരുടെ ഇടയിൽ ക്രിസ്തുവായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കുക നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കുരിശുകളെ, സഹനങ്ങളെ നമ്മൾ സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോഴാണ്. തപസ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ തപസ് കാലത്ത് ഇതൊരു പ്രാക്ടീസായിട്ട് നമുക്കെടുക്കാം. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു കുരിശെങ്കിലും, ഒരു സഹനമെങ്കിലും സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട്, ഏറ്റെടുത്തുകൊണ്ട് അത് നമ്മുടെ കൂടെയുള്ളവരുടെ രക്ഷയ്ക്കായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.